ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന തണ്ണീർക്കൊമ്പൻ ഇന്ന് നമുക്ക് ഒരു കണ്ണീരോർമ്മയാണ്. ആ മിഷനുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. മയക്കുവെടി വെച്ചതുമായി ബന്ധപ്പെട്ട്, അവന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, എവിടെയെങ്കിലും നമ്മുടെ വനം വകുപ്പിന് പിഴച്ചോ എന്നൊക്കെ കുറെ ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുമുണ്ട്. ഇന്ന് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ഒരു സെഷൻ തണ്ണീർക്കൊമ്പനെയും അരിക്കൊമ്പനെയും കുറിച്ചായിരുന്നു. ആ സെഷനിൽ പ്രമോദ് ജി കൃഷ്ണൻ പങ്കെടുത്തിരുന്നു. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററാണ് അദ്ദേഹം. തണ്ണീർക്കൊമ്പൻ മിഷനെ കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിച്ചു. നമുക്ക് കേൾക്കാം. അതായത് നോക്കൂ, ഈ വന്യജീവി റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓപ്പറേഷനും വേറെ വേറെയാണ്. ഇപ്പോൾ ഗൈഡ് ലൈൻ എന്ന് വിളിക്കുന്ന ഒരു മാർഗരേഖ മാത്രമാണ്. അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു ഡോക്ടർക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന രോഗിയെ എങ്ങനെയാണോ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതുപോലെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആന നിൽക്കുന്ന ഒരു സിറ്റ് നമ്മൾ കാണുന്നുണ്ട്. ജനവാസ മേഖലയിലേക്ക് ഏതാണ്ട് 10 കിലോമീറ്റർ അകത്തേക്ക് വരുന്നു. തിരിച്ചോടിക്കാനുള്ള ഒരു കണ്ടീഷൻ വരുന്നില്ല. ആളുകളുടെ ചുറ്റപ്പെട്ടൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുന്നത്. ഈ ആന അതുകൊണ്ട് മരിച്ചു വീഴും എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ പുറത്തൊന്നുമല്ല. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ കൗണ്ടർ ഫാക്ച്വൽ ഹിസ്റ്ററിയുടെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ്. ഇതിപ്പോൾ തിരിച്ചോടിക്കാതെ നമ്മൾ അവിടെ നിന്ന് ആ ആന അവിടെ കൊളാപ്സ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു ക്രിറ്റിസിസം വരാൻ പോകുന്നത്? ഈ ആനയെ അപ്പം തന്നെ ഡ്രൈവ് ചെയ്തിരുന്നെങ്കിൽ, അപ്പം തന്നെ മയക്കുവെടി വെച്ച് അപ്പുറത്ത് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ ഈ മരണം സംഭവിക്കായിരുന്നില്ലെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമുക്കതിനെ പല റിട്രോസ്പെക്റ്റീവായിട്ട് ഒരു പിൻകാല പ്രാബല്യത്തിൽ നമുക്കത് കാണാൻ കഴിയും എന്നുള്ളത്. എന്ന് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ മാർഗങ്ങൾ, നമ്മുടെ പരിചരണ രീതികൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതല്ല. തീർച്ചയായിട്ടും അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ അതിലൊരു എറർ എന്ന് വിളിക്കുന്നതിനുള്ള മാർജിൻ ഇത്തരത്തിലുള്ള ഓപ്പറേഷനിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതൊരു ശത്രുതാപരം, നമ്മുടെ ഒരു മൊത്തം ഓപ്പറേഷൻ്റെ പാളിച്ചയായിട്ടൊന്നും നമുക്ക് തന്നെ കാണേണ്ട ആവശ്യമില്ല. അത് ഈ 20,000 ഓപ്പറേഷനിലും ഇതിൻ്റെ ഒരു ഫ്രാക്ഷൻ പോലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനാ രീതിയിൽ കണ്ടാൽ മതി.